എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായ ഒരു വിഷയവുമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ക്രിസ്ത്യൻ മിഷൻ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജനേബ് സാറാണ്. ഏതാണ്ട് 47ഓളം വർഷമായി കേരളത്തിൽ ക്രിസ്തു സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വെളിയിൽ ചില രാജ്യങ്ങളിലും ക്രിസ്തു സഭയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയായി തീരുകയും ചെയ്തു. ചെറിയ വിവാദവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ സാധാരണ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ചെയ്തു വന്നതിനേക്കാൾ വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീരം ദഹിപ്പിക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു ക്രിമറ്റോറിയത്തെ ദഹിപ്പിച്ചു. എന്നാൽ ഒരുപാട് സംവിധാനങ്ങൾ ലഭ്യമായിരുന്നു. പലയിടങ്ങളിൽ ക്രിസ്തു സഭകൾക്ക് ശവക്കോട്ടകളും സംവിധാനങ്ങളും എല്ലാം ലഭ്യമാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയൊരു ചുവടെടുത്ത് വെച്ചത് നമ്മുടെ ഇടയിൽ പല ആളുകൾക്കൊക്കെ ഒരു ചർച്ചയ്ക്ക് അത് കാരണമായി. പല സംഘടനാ നേതാക്കന്മാർ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഒരു ചർച്ചയായതായിട്ട് പിന്നീട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് അദ്ദേഹം മുതിർന്നത്? ക്രിസ്തീയ സമൂഹത്തിൽ ഇത് എന്ത് വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്? ഇതേക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ചില ആൾക്ക് ഇത് വചനപരമായി തന്നെ എത്രത്തോളം ശരിയാണ് എന്ന ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട കേരള ക്രിസ്ത്യൻ പ്രസിഡന്റ് രാജനേബ് സാറുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. രാജയ, സ്വാഗതം. ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രാജാൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റെനിയാൻഡി കർത്തസന്നെ ചേർക്കപ്പെട്ടു. ഈ ചേർക്കപ്പെട്ടതിന് ശേഷം സാധാരണമല്ലാത്തൊരു രീതിയിലാണ് രാജാൻ അതിനോട് പ്രതികരിച്ചത്. അത് രാജാൻ്റെ പ്രത്യാശയൊക്കെ വ്യക്തമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണഗതിയിലുള്ള ഒരു ശവമടക്ക് പോലെ അല്ലാതെ രാജാൻ്റെ ഭാര്യയുടെ ശരീരത്തെ ക്രിമിറ്റോറിയത്തെ ദഹിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത്? എന്താണ് അതിൻ്റെ ഒരു പ്രേരണ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മരണത്തെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൗത്യമുണ്ട്, അത് പ്രചരിപ്പിക്കുക എന്നുള്ള ആ ഒരു ഉത്സാഹത്തിൽ പോകുമ്പോൾ മരണം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചിന്തയ വിഷയമായിട്ട് വരാറില്ല. ശരി. എന്നാൽ എന്നെ സംബന്ധിച്ച് 2006 എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അതൊരു മുന്നറിയിപ്പായിരുന്നു, ഒരു വാർണിംഗ് സിഗ്നലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇതൊരു സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണല്ലോ എന്നുള്ളത് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇത് വീട്ടിൽ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കും. ഞാനും ഭാര്യയൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ മരണം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കണം നമ്മൾ, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്? മറ്റേയാൾ, ജീവനോടിരിക്കുന്നയാൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഈ ശരീരം സംസ്കരിക്കുന്നത് എന്നുള്ള വിഷയവും അതിനകത്തുണ്ടാവും. അപ്പോൾ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ ബോഡി സംസ്കരിക്കുന്നതെന്നുള്ളത് അറിയാൻ എനിക്ക് ചില അവസരങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ഞാൻ വളരെ അടുത്ത സ്നേഹബന്ധം, സഹോദരബന്ധം ഒക്കെയുള്ള ഒരു കുടുംബം, അവർ അലക് വാർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ കുടുംബത്തിന് 3 ഈ ഫ്യൂണറൽ ഹോംസ് എന്നാണ് അവിടെയൊക്കെ പറയുന്നത്. ഫ്യൂണറൽ ഹോംസുകാരാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യാറുള്ളത്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പല ഇതുപോലെയുള്ള സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാത്ത ഒരു രീതി അവിടെ കണ്ടു. അതായത് ക്രിസ്ത്യാനികളും ക്രീമേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ക്രിമറ്റോറിയത്തിൽ ഇത് ചെയ്യുവാണെങ്കിൽ എക്സ്പെൻസ് കുറവാണ്, സാമ്പത്തികം കുറവുള്ള ആൾക്കാരാണ് ഇത് അവിടെ ചെയ്യുന്നത്. കാരണം പ്ലോട്ട് മേടിക്കേണ്ട, വലിയ കാസ്കറ്റിൻ്റെ ചിലവില്ല, പിന്നെ ഇതിൻ്റെ ഈ മെയിൻ്റനൻസ് ഒന്നും പിന്നീടില്ല ഈ സ്ഥലത്തിന്. അപ്പോൾ അത് വലിയൊരു ലാഭമാണ്. അപ്പം പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ, ഓൾഡ് ടെസ്റ്റമെൻറ്റ് പ്രൊഫസറാണ്, ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ക്രീമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭാര്യയോട് പറഞ്ഞൊക്കെ ഇടപാട് ചെയ്തത്.
അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ, അതും യഹൂദ രീതികളും കാര്യങ്ങളും എല്ലാം ഹീബ്രു ലാംഗ്വേജിനോടൊക്കെ ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി പറയാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം അത് ഓപ്റ്റ് ചെയ്തു. അദ്ദേഹം ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം പൈസയുടെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ ഓപ്ഷൻ അങ്ങോട്ട് ചൂസ് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ഇപ്പോൾ ഒരു ഉടമസ്ഥാവകാശം ഉണ്ടല്ലോ. അത് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അതിനെ ഈ പുഴുക്കളൊക്കെ തിന്നുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം തോന്നിയത് ഇത് ദഹിപ്പിച്ചാൽ ഇതിന് ആഷായി അത് എന്ത് വേണം ചെയ്യാം. ആ ആഷ് കൊണ്ട് അതാണ് എനിക്ക് കുറച്ചൊരു കംഫർട്ടബിളായിട്ട് തോന്നിയത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ നാട്ടിൽ പൊല്യൂഷൻ ഇതിനെ സംബന്ധിച്ച് വലിയ പരാതികളാണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഒരു ലൈസൻസ് മുമ്പോട്ട് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഭാവിയിൽ ഇവിടെയും ക്രീമേഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് അതിനൊരു മാതൃക ഇപ്പോഴേ ഇട്ടേക്കാം എന്ന് കരുതി അങ്ങനെയാണ് ആ തീരുമാനത്തിലേക്ക് വന്നത്. ഓക്കെ, ശരിയാണ്. രാജൻ പറഞ്ഞ വളരെ നല്ലൊരു ഉത്തരമാണ്. കാരണം ഒരു ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ക്രിസ്തു സഭയുടെ പ്രവർത്തനത്തെ നമ്മുടെ ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളൊരു മുൻകരുതൽ ആവശ്യമാണ്. ആ കരുതലും കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ആണിങ്ങനെ ഒരു നിലപാട് എടുത്തതെന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ പ്രതീക്ഷാവഹമാണ്. വാസ്തവത്തിൽ ഒരു കരുതലിൻ്റെ കാര്യവും കൂടെ അതിനകത്ത് കാണുന്നുണ്ട്. ഈ സമയം എനിക്കൊരു മറ്റൊരു ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്, ഇങ്ങനെയൊരു ക്രിമിറ്റോറിയത്തിൽ സഹധർമ്മിണിയുടെ ശരീരം ദഹിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ആൻറ്റിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം എന്തായിരുന്നു? പ്രത്യേകിച്ച് എനിക്കൊന്ന് വളരെ വലിയൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് രണ്ടുപേരുടെയും. പ്രത്യേകിച്ച് ആൻറ്റിയുടെ കുറച്ചും കൂടെ ഒരു ബൈബിൾ പരിഭാഷയോടൊക്കെ ബന്ധപ്പെട്ട ഒരു വലിയ കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാധാരണമല്ലാത്ത രീതിയിലൊരു ക്രിമിറ്റോറിയത്തെ ദഹിപ്പിക്കുക എന്നൊക്കെ വരുമ്പോൾ അതിനൊരു വെല്ലുവിളി തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനോട് എന്താണ് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്, അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് രാജൻ പ്രതികരിച്ചത്? എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. ആത്മീയ നേതൃത്വം എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യ എൻ്റെ സമർപ്പണത്തെയും വചനപരമായ എൻ്റെ അറിവിനെയും വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് വേറിട്ട ചിന്താഗതിയൊന്നും ഇല്ലെന്നല്ല. പകരം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് ആത്മീയമായ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അത് സഹായകമായി. കാരണം ഒരു എതിർപ്പും ഈ കാര്യത്തിൽ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ ആശയങ്ങളോട് എൻ്റെ കാഴ്ചപ്പാട് തന്നെ എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കൊരു വലിയ സഹായമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. പിന്നെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ പാരമ്പര്യത്തിൽ നല്ല കാര്യങ്ങളും ഉണ്ട്, നല്ല അല്ലാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പാരമ്പര്യ വിരോധിയൊന്നുമല്ല. മറിച്ച് പാരമ്പര്യം ദൈവത്തിൻ്റെ വചനത്തിനെതിരായി വന്നാൽ അതിനെ സ്വീകരിക്കണ്ട എന്നുള്ള നിലപാടാണ് എനിക്കും അതുപോലെ എനിക്കുമുള്ളത്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പാണ്. എന്നാൽ പാരമ്പര്യം ദൈവവചനത്തിന് വിഘാതമായിട്ട് വരാതിരിക്കുമ്പോൾ ആ പാരമ്പര്യത്തെ നമ്മൾ അനുഷ്ഠിക്കുന്നതിന് ഒരു തെറ്റുമില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ കാലത്ത് കർത്താവ് വളരെ പാരമ്പര്യങ്ങളെയൊക്കെ മുറിച്ച് മാറ്റുന്നുണ്ട്, അല്ലെ അതിനെ വിമർശിക്കുന്നുണ്ട്. എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ്. തെറ്റായ പാരമ്പര്യങ്ങളുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും അതിനെ നമ്മൾ മാറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് എനിക്കും അതേ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നത് എനിക്ക് വളരെ സഹായമായി. ഏതായാലും അത് വളരെ തൃപ്തികരമായ ഒരു ഉത്തരമാണ്. പാരമ്പര്യങ്ങളൊക്കെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ദൈവവചന വിരുദ്ധമായ ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തെ കർത്താവ് ഖണ്ഡിച്ചതുപോലെ ഖണ്ഡിക്കേണ്ടി വന്നാൽ ഖണ്ഡിക്കുക എന്നുള്ള നിലപാടും മാതൃകാപരമായ നിലപാടായിട്ടാണ് മനസ്സിലാവുന്നത്. ഇനി ഒരു കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളിയേക്കാൾ വലുതായിരുന്നു ഒരു ക്രിസ്തീയ സഭാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ആത്മീയ നേതാവെന്ന നിലയിൽ നോക്കുമ്പോഴത്തേന്. കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ പലയിടങ്ങളിലും ചില രാജ്യങ്ങളിൽ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മിഷണറി ശൃംഖലയുണ്ട്. അപ്പോൾ അവിടെ ധാരാളം വിശ്വാസികളുണ്ട്. അത് പല കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും മതപശ്ചാത്തലത്തിൽ നിന്നും വന്ന ആളുകൾ അതിനകത്തുണ്ട്.
അതുകൂടാതെ തന്നെ ഈ പ്രവർത്തനത്തിലേക്ക് വന്ന പ്രവർത്തകർ ധാരാളമുണ്ട്. അപ്പോൾ ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രവർത്തനത്തിന് ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു വെല്ലുവിളി, അതൊരു വെല്ലുവിളി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത്? അതൊരു വെല്ലുവിളിയാണ്. ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. ഇത് വർഷങ്ങളായിട്ട് ഈ കാര്യം എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പ്രീച്ചേഴ്സ് മീറ്റിങ്ങിലായാലും വ്യക്തിപരമായ സംഭാഷണങ്ങളിലൊക്കെ ആയാലും ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കോ ഇങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ തമാശയായിട്ടാണ് വിചാരിച്ചത്. ഇത്രയും ഗൗരവമായിട്ട് അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് പോലും അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് അവർക്കൊരു ഷോക്കല്ലായിരുന്നു ഞാനിത് ചെയ്തത്. നമ്മുടെ കൂടെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ചും എല്ലാ വിശ്വാസികൾക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല അന്ന്. എങ്കിലും പൊതുവെ ഒരു ധാരണ പരത്താൻ സാധിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടൊരു പ്രശ്നമായിട്ട് ഉണ്ടായില്ല. എങ്കിലും ചില ആളുകളുടെയൊക്കെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അതിനെയൊക്കെ എനിക്ക് തോന്നുന്നത് ചില കാലങ്ങളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ വെല്ലുവിളികളെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവരൊക്കെ ഈ മിക്കവാറും ഈ പ്രവർത്തകരൊക്കെ തന്നെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങിയതായിരിക്കും. പിന്നെ വിശ്വാസികളൊക്കെയാണ് ഇപ്പോൾ പലരും പലയിടങ്ങളിൽ ദൈവശാസ്ത്രപരമായി പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ സഭകളിലാണെങ്കിലും നമ്മൾ ആളുകളെ ദൈവശാസ്ത്രം പഠിപ്പിക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ, ഒരു ക്രിമിറ്റോറിയത്തിൽ ശരീരം ദഹിപ്പിക്കുക എന്നൊരു നിലപാടെടുത്തപ്പോൾ ദൈവശാസ്ത്രപരമായി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉയരുകയോ അത് സംബന്ധിച്ച് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാവുകയോ ചെയ്തോ? അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ചോദ്യം സത്യത്തിൽ ഇതുവരെയും ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല. പിന്നെയും പാരമ്പര്യം അല്ലെങ്കിൽ ആ രീതികൾ, കസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ഒരു പ്രയാസമായിട്ട് ഉള്ളത്. ഈ ശവസംസ്കാരത്തിന് മുമ്പ് തലേ ദിവസം നമ്മുടെ ഈ നാട്ടിലുള്ള പല പ്രമുഖ ഡിനോമിനേഷൻസിൻ്റെയും നേതൃത്വത്തിലുള്ള ആളുകൾ എന്നോട് ആശ്വാസ വാക്കുകൾ പറയാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയും വന്നു. അപ്പോൾ അവരുമായിട്ട് എനിക്കിത് പങ്കുവെക്കാനായിട്ടൊരു അവസരം കിട്ടി. അവരെല്ലാവരും തന്നെ ഇതിൽ ദൈവശാസ്ത്രപരമായിട്ട് ഒരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് ചിലരോട് ചോദിച്ചു, അപ്പം നിങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത്? അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു ഇതുമില്ല. പിന്നെ ആളുകൾ അങ്ങനെ മുമ്പോട്ട് വരുന്നില്ല. ഞങ്ങളായിക്കൊണ്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നില്ല എന്നുള്ളതല്ലാതെ ഇതിന് ഒരു വേദശാസ്ത്രപരമായ യാതൊരു എതിർപ്പും ഈ നിമിഷം വരെ ആരും എന്നോട് ഉന്നയിച്ചിട്ടില്ല. അത് വാസ്തവത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ തന്നെയാണ്. കാരണം ഈ ദൈവശാസ്ത്രപരമായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചില ആളുകൾ സങ്കല്പിച്ച് നടക്കുന്നു. അങ്ങനെ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വെറും സങ്കല്പമാണെന്നാണ് നമുക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് അറിയാനായിട്ട് കഴിഞ്ഞത്. പൊതുവേ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ ഒരു ശവശരീരം അവർ ദഹിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ചില ആളുകൾ അതിന് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ചില ആളുകൾ അവയവദാനം ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ട്. വാസ്തവത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു അവയവദാനമായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് ഈ ക്രിമിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ശരീരം ദഹിപ്പിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് കാണാൻ കഴിയും? അത് പറയുന്നതിന് മുൻപായിട്ട് ഈ വേദശാസ്ത്രപരമായതിൽ ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിക്കട്ടെ. കത്തോലിക്ക സഭയാണ് ഈ ക്രിസ്തീയ വിഭാഗങ്ങളിൽ എണ്ണം കൊണ്ടൊക്കെ ഏറ്റവും വലിയ സമൂഹം. അവർ 1963 തന്നെ ദഹിപ്പിക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ആ കാലങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒക്കെ ചെയ്തതായിട്ടുള്ളത് പോലെ എന്തെങ്കിലും പ്രത്യേകതകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നുള്ളതിലാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് വന്നിപ്പോൾ ഒരാൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അത് അനുവദിക്കാമെന്ന് എല്ലാ സഭകളും തന്നെ, എൻ്റെ അറിവിൽ ഒരു സഭയും ചെയ്യാൻ പാടില്ല എന്ന് നിയമമില്ല. പക്ഷേ അതിൻ്റെ കാരണം വേദശാസ്ത്രപരമായിട്ട് യാതൊരു ഒന്നും പറയാനായിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഒരു ശരീരമല്ല എന്നുള്ളതാണ്. മനുഷ്യന് ഒരാത്മാവാണ്. ആ ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നു.
ആ ഒരു ബോധ്യം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടെന്ന് വരികിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ ശരീരമല്ല എന്ന് അവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പല ആളുകളുടെയും തെറ്റിദ്ധാരണയാണ് ഈ ശരീരത്തിന് എന്തോ സംഭവിച്ചിട്ട് ഒരു പുതിയ അതിനെ എന്തോ പുതിയതാക്കുകയാണെന്നുള്ളത്. തികച്ചും പുതിയതാണിത് ഉണ്ടാകാൻ പോകുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ കർത്താവിന് തേജസ്കരിക്കപ്പെട്ട ഒരനുഭവം ഉണ്ടായതുപോലെ നമുക്കും പുനരുദ്ധരിച്ച ശരീരത്തിന് തേജസ്സോടുകൂടിയുള്ള ഒരു വാസമാണ് നിത്യതയിൽ ഉള്ളത്. അത് ഈ ശരീരവുമായി യാതൊരു ബന്ധവും ഉള്ളതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവയവദാനം എന്ന് പറയുന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഉപകാരമാണ്. ഈ ഒരാളോട് ഞാനിത് സംസാരിച്ചപ്പോൾ അവർ വളരെ ബാലിശമായൊരു കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ അവയവം കൊടുക്കാത്തത് അന്ധനായിട്ട് നിത്യതയിൽ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ല കണ്ണ് ദാനം ചെയ്യാത്തത്. ഈ കണ്ണിൽ കൂടിയാണ് നമ്മുടെ ഈ തെറ്റായ മോഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ അത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ മോഹങ്ങളിൽ വന്നാൽ അത് വലിയ കുഴപ്പമാണല്ലോ. നോക്കി എത്ര ബാലിശമാണ് കാഴ്ചപ്പാടെന്ന് വിചാരിക്കുക. സത്യത്തിൽ കണ്ണാണോ തെറ്റ് ചെയ്യുന്നത്? ബ്രെയിനാണ് ഇതിനെ, നമ്മുടെ മനസ്സിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. കണ്ണതിനെ സ്വീകരിക്കാനായിട്ടൊരു ലെൻസ് എന്നുള്ളതിൽ കവിഞ്ഞ്, ഒരു ഉപകരണം എന്നതിൽ കവിഞ്ഞ് വർക്ക് നടക്കുന്നത് കണ്ണിനകത്തല്ല, അത് ബ്രെയിനിനകത്താണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ആൾക്കാർക്കുണ്ട്. അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടത് ഈ ശരീരമല്ല പുനരുദ്ധരിക്കപ്പെട്ട ശരീരമെന്ന് തികച്ചും പുതുതാക്കി കിട്ടിയിരിക്കുന്ന ഒന്നാണ്. പൗലോസ് അത് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഗോതമ്പിൻ്റെയോ അല്ല മറ്റെന്തിൻ്റെങ്കിലും വിത്ത് വിതയ്ക്കുമ്പോൾ ആ രൂപത്തിലും ഭാവത്തിലും ഒന്നുമല്ല കിളുത്തു വരുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു ചെടിയാണ് അതിൽ നിന്നും ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. തികച്ചും വാസ്തവത്തിൽ അങ്ങനെ ഒരു ആശങ്കയുടെ ഒരു സാധ്യത പോലും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് രാജേഷൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പം മറ്റൊരു സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ക്രിസ്തവ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഇടങ്ങളിലും തന്നെ സെമിത്തേരിയുണ്ട്, കുഴിച്ചിടാനുള്ള സൗകര്യങ്ങളുണ്ട്, സെല്ലുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കോട്ടയം സറൗണ്ടിങ്, നമ്മുടെ ഈ ഒരു ചുറ്റോട്ട് എടുത്താൽ തന്നെ പലയിടങ്ങളിലും നമ്മുടെ തന്നെയായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വെച്ചൊരു ദഹനപ്പെട്ടിയോ വെച്ചോ വേണമെങ്കിൽ നമുക്കൊരു ദഹനം നടത്താം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഒരു ക്രിമിറ്റോറിയം തിരഞ്ഞെടുത്തത്? അതിനകത്തൊരു നമ്മുടെ പൗരാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പൗരൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേറ്റാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണോ അങ്ങനെ ഒരു നിലപാടെടുത്തത്? ഒരു പൗരൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ അവന് ഡിഗ്നിറ്റിയോടുകൂടിയ ഒരു സംസ്കാരം ലഭിക്കണം എന്നുള്ളത് അവകാശം തന്നെയാണ്. മാന്യമായ രീതിയിൽ വേണം ആരായിരുന്നാലും സംസ്കരിക്കപ്പെടുവാൻ. ഞാൻ അത് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഈ പബ്ലിക്കായിട്ടുള്ള പൊതുശ്മശാനം എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എന്തോ ഒരു അവജ്ഞ ഉണ്ട് അതിനകത്ത്. അതായത് സ്വന്തമായി ഇല്ലാത്തവനെയാണ് പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നത്, അല്ലെ പള്ളിയോ പള്ളിക്കാരോ ഒന്നും ഇല്ലാത്തവരെയാണ്. അതൊരു വെറും തെറ്റായ ധാരണയാണ്. ഇതൊരു സംവിധാനമാണ്. ഈ പറഞ്ഞതുപോലെ പൗരാവകാശത്തിൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റേറ്റ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ അത് തിരഞ്ഞെടുത്തത് അത് സ്ഥാപിക്കാനും ഒന്നുമല്ല. അതങ്ങനെ കണ്ടവർക്ക് കാണാം. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തിന് വേണം മാതൃകയിടാൻ. എനിക്ക് കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ വേണമെങ്കിൽ ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമോ സൗകര്യങ്ങളോ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കണം. അതിനേറ്റവും നല്ലത് ഇതുപോലെയുള്ള ക്രീമറ്റോറിയം നമ്മുടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഞാൻ തിരഞ്ഞെടുത്തത് ഏറ്റുമാനൂരാണ്. എനിക്കിവിടെ തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരത്തിന് മുട്ടമ്പലം എന്ന സ്ഥലത്ത്, ഞാൻ താമസിക്കുന്നത് മുട്ടമ്പലത്താണ്. മുട്ടമ്പലം എന്ന സ്ഥലത്ത് ഇതുപോലെ സർക്കാരിൻ്റെ ഒരെണ്ണമുണ്ട്. അത് ഞാൻ ചൂസ് ചെയ്തില്ല, കാരണം ഈ ഡിഗ്നിറ്റിയുടെ ഭാഗമാണ്. അതിൻ്റെ ആംബിയൻസ്, അവിടുത്തെ സൗകര്യങ്ങൾ, ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ്, ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വരുന്ന ജീവനുള്ളവൻ്റെ സൗകര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, മരിച്ചയാളുടെ സൗകര്യമല്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത പ്രദേശത്ത് നമുക്ക്, ഞാൻ അതിന് സർക്കാരിനെ വളരെ, ആ മുനിസിപ്പാലിറ്റിയെ
വളരെ പ്രശംസിക്കുകയാണ്. അവരങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്ലീൻ ആൻഡ് പോഷ് എന്ന് പറയാം. ഇപ്പം അധികം പഴക്കമില്ലാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം. എന്തായിരുന്നാലും അത് നല്ല ഒരു സംവിധാനമായിട്ട് കണ്ടതുകൊണ്ട് 3 വർഷം മുമ്പ് ഞാൻ അവിടെ പോയി ഇതെല്ലാം പരിശോധിച്ച് അതിനെ തിരഞ്ഞെടുത്തതാണ്. അതാണ് അതിൻ്റെ കാരണം. എന്നാലും അത് ഞാനും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ട് ശരിക്കും രാജ്യം പറഞ്ഞതുപോലെ തന്നെ അത് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരും അല്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി അതിന് പ്രശംസ ഏറ്റുവാൻ ഒരു പ്രശംസ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ എൻ്റെ ഒരു 1-2 മാസത്തോളം ഇത് അടുക്കുന്നു നമ്മുടെ ഇത് കഴിഞ്ഞിട്ട്. അപ്പം ഈ ഒരു ക്രിമിറ്റോറിയത്തിൽ നമ്മുടെ ശരീരം ഒന്ന് ദഹിപ്പിച്ചതിന് ശേഷം നമ്മുടെ കുടുംബാംഗങ്ങൾ ഇതിന് ശേഷം നമ്മൾ പല ആളുകളെയും രാജ്യം കണ്ടു കാണാം, ബന്ധുമിത്രാദികളെയോ അല്ലെങ്കിൽ പല സംഘടനാ നേതാക്കന്മാരെയോ ഒക്കെ കണ്ടു കാണാം. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്? അവർ മിക്കവാറും പേർക്കൊക്കെ അറിയേണ്ടിയിരുന്നത് ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ ശേഷിപ്പുകൾ, ചാരം എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ എല്ലും കൂടിയൊക്കെ പൊടിച്ച് നല്ല പൊടിയാക്കി ചില പാത്രങ്ങളിലൊക്കെ, ആ പാത്രമൊക്കെ വിൽക്കുന്ന ബിസിനസ്സും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു അതിനകത്ത്. എനിക്ക് അതിനോടൊന്നും വലിയ യോജിപ്പ് തോന്നിയില്ല. നമുക്കിതിനെ മറവ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നുള്ള ഈ ചാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള എല്ലും ഒക്കെ ഉണ്ട്. അത് ഭൂരിഭാഗവും വെള്ളത്തിലൊക്കെ ലയിച്ചുമൊക്കെ അത് അവിടെ തന്നെ അതിന് സംവിധാനങ്ങളുണ്ട്. അവർക്ക് കളക്ട് ചെയ്യാവുന്നതിനെ അവർ ഒരു പാത്രത്തിലാക്കി തന്നു. അതെന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു മിക്കവാറും പേർക്കൊക്കെ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, അത് ആദമിനോടാണ് പറഞ്ഞത്, നീ പൊടിയാണ്, പൊടിയിൽ നിന്നാണ് നിന്നെ എടുത്തത്, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ച് ചേരും. അതൊക്കെ എങ്ങനെയാണ് ഈ ദഹിപ്പിക്കുവാണെങ്കിൽ നടക്കുന്നത്? അത് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്ന് ഞാനങ്ങ് തറപ്പിച്ച് പറയുകയാണ്. ഇതെവിടെ ഈ ചാരം പോയെന്നാലും അത് ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ്. ഞാനതിനെ ഞങ്ങളുടെ മുറ്റത്ത് ആ ഗാർഡനുണ്ട്, ആ ഗാർഡനകത്ത് ഒരു ചെറിയ സ്ഥലത്തോട്ട് ഇതിനെ കുഴിച്ചിട്ടു. അപ്പം ആ മണ്ണിലേക്ക് തന്നെ അത് തിരികെ ചേരുന്നു. പക്ഷേ ഈ പൊടി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തമാശയായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ചില സംസ്കാരങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പെട്ടിക്കകത്തേക്ക് ഇവർ കുറച്ച് മണ്ണിടും. പണ്ടൊക്കെ മണ്ണായിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സമ്പ്രദായം ഇത് വൈരുദ്ധ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ കാണുന്നത് ഒരു കുപ്പിക്കകത്ത് ഇവർ പാറപ്പൊടി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ആ പാറപ്പൊടി ഇടുക. കാരണം ഈ ഇടുന്നവൻ്റെ കയ്യിൽ അഴുക്ക് പറ്റരുത്. അപ്പം എനിക്കത് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഈ അങ്ങനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ മണ്ണിലോട്ടൊക്കെ ചേർക്കണമെന്നൊക്കെ നിർബന്ധമുണ്ടെങ്കിൽ ഒരു വോൾട്ടിനകത്തോട്ട് നോക്കുമ്പോൾ അതിൻ്റെ മണ്ണൊന്നും ഇല്ല. അതിനകത്ത് പുഴുവിൻ്റെ വയറ്റിലോട്ടാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ മണ്ണൊന്നും അവിടെ ഇല്ല. പിന്നെ ഈച്ച പോയിട്ട് ചാകുമ്പോൾ മണ്ണിലേക്ക് പോകാതിരിക്കാം. അതല്ലാതെ ആ വോൾട്ടിന് എന്ന് പറയുന്ന കല്ലറകൾ അതിനകത്ത് മണ്ണില്ല. ഇപ്പം ഇവരിടുന്നത് പോലും മണ്ണല്ല, പാറപ്പൊടിയാണ്. അപ്പം നീ പൊടിയാകുന്നെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. എന്തായിരുന്നാലും അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഒന്നും നിയമങ്ങളോ ഒന്നും ആരും അടിച്ചേൽപ്പിക്കാതെ അവർക്ക് പാറപ്പൊടി ഇടണം, അവരിട്ടോട്ടെ. ഇനി മണ്ണാണ് ഇടണം, മണ്ണിട്ടോട്ടെ. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഏതായിരുന്നാലും വളരെ തൃപ്തികരമായ ഉത്തരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഈ ഒരു ഇതിന് ശേഷം ഞാനും ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ചില ആളുകളൊക്കെ വീണ്ടും കണ്ടുകൂട്ടിയപ്പോൾ ചില ആളുകളൊക്കെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും പല ആളുകളും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. ഏതായിരുന്നാലും ഇത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുന്നിൽ നിന്നൊരു വിപ്ലവാത്മകമായ ഒരു തീരുമാനമെടുക്കുകയും ആ വിപ്ലവത്തെ വളരെ നയപരമായി, ദൈവവചനത്തിന് വിരുദ്ധമാകാതെ സമാധാനപരമായി എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിൽ രായിച്ചാൻ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കൂടെ നിന്ന് ഈ അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷം എന്താണ് ഇത് സംബന്ധിച്ചൊന്ന് ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനായിട്ടുള്ളത്? എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും
ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇതിന് എതിരായിട്ട് ചില ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് അതിലേക്ക് വരാം. ആളുകൾ ഒരു വചനം മിസ്കോട്ട് ചെയ്യാറുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 5:28 കല്ലറകളിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേട്ടിട്ട് പുനരുദ്ധാനം ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് അവരതിനെ കോട്ട് ചെയ്യുന്നത്. ഇവിടെ കല്ലറ എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഗ്രേവാണ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ഇവരുദ്ദേശിക്കുന്ന കല്ലറയായിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ശവക്കുഴി എന്ന് അർത്ഥമുണ്ട് ഗ്രേവിന്. അത് മണ്ണിനകത്ത് കുഴിച്ചിട്ടുന്നാലും കൊള്ളാം, ചാരം കൊണ്ടുപോയിട്ട് മണ്ണിനകത്ത് കുഴിച്ചിട്ടുന്നാലും കൊള്ളാം. ഇത് മരിച്ചവർ ഉയർക്കും എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. അക്ഷരാർത്ഥം എടുത്തിട്ട് കല്ലറകളിലുള്ളവർ മാത്രമേ ഉയർക്കൂ എന്നൊരു മൗഢ്യമായിട്ടുള്ള വിശ്വാസം, അന്ധവിശ്വാസം ചില ആൾക്കാർക്കെങ്കിലും ഉണ്ട്. അത് മാറണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിന് ഒരു വാക്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് വേറെ പല വാക്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ. വെളിപാട് പുസ്തകം 20:12 ഇതിനുള്ള മറുപടി ഉണ്ട്. അവിടെ ആബാലവൃദ്ധം മരിച്ചവരെല്ലാവരും ഉയർക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് സിംഹാസനത്തിന് മുമ്പിൽ വന്നിരിക്കും. അപ്പോൾ കല്ലറയ്ക്കകത്തുള്ളവർ മാത്രമല്ല, അതുപോലെ സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ ഒരാളിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് വായുവായിട്ട് പോകുന്ന ഒത്തിരി കാര്യങ്ങളാണ്. പല പല ഗ്യാസസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതെല്ലാം ഈ വായുവിലേക്കാണ് പോകുന്നത്, അല്ലാതെ ഈ ദ്രവിച്ച് മണ്ണിലേക്ക് മാത്രമല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പോയിട്ടുള്ള ഈ സാധനങ്ങളും ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനി കിട്ടാൻ പോകുന്നതായിട്ടുള്ള പുനരുദ്ധരിക്കപ്പെട്ട ശരീരം. അതുകൊണ്ട് വരും തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ഈ മനുഷ്യനുണ്ടാക്കിയ സമ്പ്രദായങ്ങളാണോ വലുത്, അതോ നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്ത് തിരഞ്ഞെടുപ്പാണോ വേണ്ടത് അതെടുക്കാം. ഈ മണ്ണിടണമെന്നാണോ തിരഞ്ഞെടുപ്പ്? നല്ല കാര്യം, മണ്ണിൽ സംസ്കരിക്കുക. അതിനാർക്കും ഒരു വിരോധവും ഇല്ല, തെറ്റാന്നും പറയുന്നില്ല. അതേസമയം ആരെങ്കിലും ഇതുപോലെ ദഹിപ്പിക്കാനായിട്ട് തീരുമാനമെടുത്താൽ അവരെന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നുള്ള രീതിയിൽ എന്നെ കാണണ്ട. ഈ 2 ഓപ്ഷൻസും ഉണ്ട് നമുക്ക്. ആ 2 ഓപ്ഷൻസ് അവനവന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും വലിയ മാഹാത്മ്യമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. ഏതൻ മുതലേ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. അത് ഈ കാര്യത്തിൽ ഇവിടെ തെറ്റായും നല്ലതായും തിരഞ്ഞെടുപ്പല്ല. തനിക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വിവേകത്തോടെ ഉപയോഗിക്കുക. വളരെ തൃപ്തികരമായ ഒരു ഉത്തരമാണ് രാജാൻ്റെ ഭാഗത്തുനിന്ന് നമുക്കെല്ലാവർക്കും ലഭിച്ചത്. അപ്പോൾ ഏതായിരുന്നാലും വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തീരുമാനമെടുത്താണ് ബഹുമാനപ്പെട്ട രാനൈബ് സാർ ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തത്. ആ നിലപാട് വിപ്ലവാത്മകമായൊരു നിലപാടായിരുന്നു. അതിനോട് അദ്ദേഹം എടുത്ത സമീപനം തന്നെ വളരെ തികച്ചും ദൈവവചനത്തിന് നിരക്കുന്ന. ഇതിലെല്ലാം കൂടെ നിന്ന് കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, ഒരു ശരീരം ദഹിച്ചു പോയാലും മൺമറഞ്ഞു പോയാലും അതിനപ്പുറം നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട് എന്നത് ബഹുമാനപ്പെട്ട രാജാൻ്റെ ജീവിതത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും സാന്നിധ്യങ്ങളിൽ നിന്നും മിക്കവാറും ഈ ഒരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കൂടി എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ഏതായിരുന്നാലും ഇത് വാസ്തവത്തിൽ നമുക്കൊരു മാതൃകയാണ്. ഇനി നമ്മുടെ രാജ്യം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള അനുവാദങ്ങളും ലൈസൻസുകളും കിട്ടുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേറെ ഇതിനെ കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക രീതിയുണ്ട്. ആ സാംസ്കാരിക രീതി വചനവിരുദ്ധമല്ല. ആ സാംസ്കാരിക രീതിയോട് പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് ബഹുമാനപ്പെട്ട രായിച്ചാൻ എടുത്തത്. ഏതായിരുന്നാലും എടുത്ത നിലപാട് അടുത്ത തലമുറയ്ക്ക് വലിയൊരു പ്രചോദനം നൽകുന്നതാണ്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ്. അതിലേറെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് ഒരു വലിയ പ്രത്യാശയുടെ ജീവിതമാണ് കാണിച്ചു തന്നത്. ആ പ്രത്യാശയുടെ ജീവിതമായിട്ട് പോകാനായിട്ട് നമുക്കും കഴിയട്ടെ. എത്രത്തോളം കാര്യങ്ങളെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്ന രായിച്ചാന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവാനുഗ്രഹിക്കുന്നു.